ഭരണസിംഹാസനത്തിൽ ആരിരിക്കണം? ജനവിധി വന്നു കഴിഞ്ഞിട്ടും കോൺഗ്രസിനുള്ളിലെ അധികാരക്കൊതിയും അണിയറ നീക്കങ്ങളും തീർപ്പാക്കാതെ തുടരുകയാണ്. വിജയത്തിന്റെ തിളക്കത്തിൽ നിൽക്കേണ്ട പാർട്ടി ഇപ്പോൾ മുഖ്യമന്ത്രി കസേരയ്ക്കായുള്ള ചേരിപ്പോരിലാണ്. ഫ്ലെക്സ് യുദ്ധങ്ങളും സോഷ്യൽ മീഡിയ പോരാട്ടങ്ങളും പിന്നിട്ട് ഇപ്പോൾ AICC നിരീക്ഷകർക്ക് മുൻപിൽ വൻ കെണിയൊരുക്കിയിരിക്കുകയാണ് VD സതീശൻ പക്ഷം. നാളെ രാവിലെ 10:30 CLP യോഗം ചേരാനിരിക്കെ ഹൈക്കമാൻഡ് പ്രതിനിധികളെ സമ്മർദ്ദത്തിലാക്കുന്ന നീക്കമാണ് സതീശൻ ക്യാമ്പ് നടത്തുന്നത്. MLA-മാരെ കൂട്ടത്തോടെ കാണുന്നതിന് പകരം 1-to-1 ചർച്ച വേണമെന്നാണ് ഇവരുടെ കർക്കശമായ ആവശ്യം. ഇതിന് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ കണക്കുകൂട്ടലുകളുണ്ട്. ഗ്രൂപ്പ് സമ്മർദ്ദത്തിൽ KC വേണുഗോപാലിനെ അനുകൂലിക്കുന്നവർ പോലും ഒറ്റയ്ക്കുള്ള കൂടിക്കാഴ്ചയിൽ മനസ്സ് തുറക്കുമെന്നും സതീശനെ പിന്തുണയ്ക്കുമെന്നുമാണ് ഈ പക്ഷത്തിന്റെ വാദം. അതിലുപരി കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയെ ചർച്ചകളിൽ നിന്ന് മാറ്റി നിർത്തണമെന്ന വിപ്ലവകരമായ ആവശ്യം ഇവർ മുന്നോട്ട് വെക്കുന്നു. KC വേണുഗോപാലിന് വേണ്ടി ദീപാദാസ് ചരട് വലിക്കുന്നുവെന്ന ഗുരുതരമായ ആരോപണമാണ് സതീശൻ പക്ഷം ഇതിലൂടെ പരസ്യമായി വിളിച്ചു പറയുന്നത്. തങ്ങൾക്ക് 52 MLA-മാരുടെ ഉറച്ച പിന്തുണയുണ്ടെന്നാണ് KC വേണുഗോപാൽ പക്ഷത്തിന്റെ അവകാശവാദം. എന്നാൽ ഈ സംഖ്യ വെറും കടലാസ് പുലിയാണെന്ന് സതീശൻ ക്യാമ്പ് പരിഹസിക്കുകയാണ്. 63 MLA-മാരിൽ പകുതിയോളം പേരെ തങ്ങളുടെ പക്ഷത്തെത്തിക്കാൻ ഒറ്റയ്ക്കുള്ള കൂടിക്കാഴ്ചയിലൂടെ സാധിക്കുമെന്ന് സതീശൻ പക്ഷം വിശ്വസിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പിൽ UDF-നെ മുന്നിൽ നിന്ന് നയിച്ച നായകൻ എന്ന പരിഗണന തനിക്ക് ലഭിക്കണമെന്നാണ് സതീശന്റെ വാദം. ഘടക കക്ഷികളുടെ നിലപാടും ഈ അധികാര വടംവലിയിൽ നിർണായകമാണ്. മുസ്ലിം ലീഗിന്റെ പിന്തുണ തങ്ങൾക്കുണ്ടെന്ന് സതീശൻ പക്ഷം ഉറച്ചു വിശ്വസിക്കുമ്പോൾ ഹൈക്കമാൻഡ് സ്വാധീനം വെച്ച് കളി തിരിക്കാമെന്ന മോഹത്തിലാണ് KC ക്യാമ്പ്. ഘടക കക്ഷി നേതാക്കളെ കൂടി കാണുമെന്ന് ദീപാദാസ് മുൻഷി വ്യക്തമാക്കിയതോടെ ചർച്ചകൾ എങ്ങോട്ട് തിരിയുമെന്ന് പ്രവചനാതീതമായിരിക്കുകയാണ്. ജനവിധി മാനിച്ച് ഭരണം തുടങ്ങേണ്ടതിന് പകരം നിരീക്ഷകരെ തടഞ്ഞും ഗ്രൂപ്പ് തിരിഞ്ഞും കോൺഗ്രസ് നടത്തുന്ന ഈ നാടകം ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണെന്ന വിമർശനം ഇതിനോടകം ഉയർന്നു കഴിഞ്ഞു. MLA-മാരുടെ പിന്തുണ കടലാസിൽ ആർക്കായാലും അവസാന ചിരി ആരുടേതാകുമെന്ന് നാളത്തെ CLP യോഗം തീരുമാനിക്കും. പടലപ്പിണക്കങ്ങൾക്കിടയിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരാകുമെന്ന ആകാംക്ഷയിലാണ് ജനങ്ങൾ. സതീശന്റെ തന്ത്രം KC-യെ വീഴ്ത്തുമോ, അതോ ഹൈക്കമാൻഡിന്റെ കരുത്തിൽ വേണുഗോപാൽ കസേര പിടിക്കുമോ? കാത്തിരുന്ന് കാണാം.